നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ പലരും കടന്നു പോകാറുണ്ട്. അതായത് നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ മനസ്സ് വേറൊന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാ ചെയ്യേണ്ടത്? മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യണോ, സാഹചര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണോ? അപ്പം നമ്മൾക്ക് ശരിക്കും കൺഫ്യൂഷൻ ആവും. ഏതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത്ര നാൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മനസ്സ് പറയുന്നതിന് നമ്മൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്നുള്ളൊരു പ്രയോറിറ്റി കൊടുക്കണം എന്നൊരു തോന്നല്. സാഹചര്യങ്ങളാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ പലപ്പോഴും വരാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ചിലരൊക്കെ ലൈഫിൽ തോറ്റു പോകാറുമുണ്ട്, അല്ലേ? അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അതിജീവനമാണ്. ജീവിതം എന്ന് പറയുമ്പോൾ ഒരു വെച്ച് നീട്ടലാണ്, അവസരമാണ് ഓരോ ദിവസവും. അത് നമ്മളുടെ ഓരോ പ്രവൃത്തിയും കുറേയൊക്കെ നമ്മളുടെ വിവേകത്തെ ആശ്രയിച്ചിരിക്കും. അതായിരിക്കും നമ്മുടെ വിധിയും. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സന്തോഷിക്കണം, ദുഃഖിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ചെയ്യലുകൾ തന്നെയാണ്, നമ്മുടെ ഈ ചൂസിങ് തന്നെയാണ്. നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ സന്തോഷവും ദുഃഖവും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ നമ്മുടെ ലൈഫിൽ പറയുന്ന ഈ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കേണ്ടതായിട്ടുള്ള ആ സാഹചര്യം, അതൊരു സത്യമാണ്. അത് നമ്മൾ കാണുന്നു, മറ്റുള്ളവർ അതിനുവേണ്ടി ദാഹിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം ഇത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ ദാഹിക്കുന്നു, അവർക്കും ആവശ്യമാണ്. ആ സാഹചര്യങ്ങളെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ലൈഫ് എന്ന് പറയുന്നത് ഒരു അതിജീവനമാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ളതാണ്. അത് നമ്മുടെ സാഹചര്യങ്ങൾ പറയും നമ്മളോട്. ഒരിക്കലും അവസാനിച്ച് തീരാനുള്ളതോ പിന്തിരിഞ്ഞ് നടക്കാനുള്ളതോ അല്ല ജീവിതം. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് ഓരോ ദിവസവും കൊണ്ടുപോകാനുള്ളതാണ് ജീവിതം. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി വേണ്ടത്. പിന്നെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ അതവിടെ ഇരിക്കട്ടെ. തൽക്കാലം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം അത് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം എന്നുള്ളൊരു തോട്ടാണെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ശരിയാണോ?